ബജറ്റിലെ അവഗണനയിൽ പ്രതിഷേധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേരുന്ന നീതി ആയോഗ് യോഗത്തിൽ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ വിട്ടുനിൽക്കും. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ, പഞ്ചാബ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുടെയൊക്കെ മുഖ്യമന്ത്രിമാർ വിട്ടുനിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വാതി സന്തോഷ് വിവരങ്ങൾ നൽകാൻ ദില്ലിയിൽ നിന്ന് ചേരുന്നു. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. സ്വാതി, ഈ ബജറ്റിനെ ചൊല്ലി വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയാണ്. ഇപ്പോഴാ മുഖ്യമന്ത്രിമാർ, സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ കൃത്യമായ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. അവർ ഈ നീതി ആയോഗിന്റെ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ കടക്കുകയാണ്. അപ്പോൾ ആന്ധ്രയ്ക്കും ബീഹാറിനും വാരിക്കോരി നൽകിയ ബജറ്റിനെതിരെ മുഖ്യമന്ത്രിമാർ പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ നീതി ആയോഗിന്റെ യോഗമൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? കൂടുതൽ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ വിട്ടുനിൽക്കുന്നുണ്ടോ? എന്താണ് ഒരു സമഗ്ര ചിത്രം എങ്ങനെയാണ്? അഞ്ജന സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ഈ പാർലമെന്റ് പൂർണ്ണമായും പ്രക്ഷുബ്ധമായ ഒരു നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നും ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് തുടരുന്ന സാഹചര്യത്തിലാണ് ഈ നീതി ആയോഗിന്റെ യോഗത്തിൽ നിന്ന് മുഖ്യമന്ത്രിമാർ വിട്ടുനിൽക്കാനുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. ഇത് നേരത്തെ തന്നെ, അതായത് ബജറ്റ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടക്കമുള്ള അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള അവഗണന ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഒക്കെ തന്നെ ഉയർന്ന സാഹചര്യം മുൻനിർത്തി തന്നെ അന്ന് തന്നെ മുഖ്യമന്ത്രിമാർ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. 4 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ ഇന്ന് നടക്കുന്ന യോഗത്തിൽ പങ്കുചേരില്ല എന്നറിയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട്. അതോടൊപ്പം തന്നെ എം.കെ. സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ, പഞ്ചാബ് മുഖ്യമന്ത്രി ഉണ്ട്. അതോടൊപ്പം തന്നെ കർണാടകത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവരാണ് ഈ യോഗത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിരവധി സംസ്ഥാനങ്ങളുടെ തീരുമാനം. പ്രത്യേകിച്ചും അഞ്ജന നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബീഹാറിനും ആന്ധ്രയ്ക്കും ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളോടും പൂർണ്ണമായൊരു അവഗണനയാണ് ബജറ്റിൽ കാണിച്ചിട്ടുള്ളത്. അതോടൊപ്പം വലിയ ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വച്ചിരുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു തരത്തിലും പരിഗണിക്കാതെയുള്ള ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത് കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള പാർലമെന്റ് സെഷനിലെല്ലാം തന്നെ എം പിമാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ തന്നെയാണ്. പാർലമെന്റിന് മുന്നിൽ തുടക്ക ദിവസം തന്നെ എല്ലാ പിമാരും പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ബി.ജെ.പിക്ക് ഈ പാർലമെന്റ് സെഷൻ അത്രയും എളുപ്പമല്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഇത്രയും നാളിനകം നേരിടാത്ത വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും നേരിടേണ്ടി വരികയാണ് ബി.ജെ.പി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. എന്തായാലും ഈ നീതി ആയോഗിന്റെ യോഗത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കും എന്നുള്ളത് തന്നെയാണ് ഈ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിട്ടുനിൽക്കാനുള്ള സാധ്യത കൂടി മുന്നിലുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്നാലും അവർ ഇതിൽ നിന്നും വിട്ടുനിൽക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ തനതായിട്ടുള്ള പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെയും ആയി മുന്നോട്ട് പോകുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ തമിഴ്നാട്ടിൽ സംസ്ഥാന വ്യാപകമായി ഇന്നും ഈ പ്രതിഷേധം തുടരാനുള്ള സാഹചര്യം കൂടി തമിഴ്നാട് മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരം പുറത്തുവിട്ടിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധക്കളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാർലമെന്റ് എന്ന് പറയേണ്ടി വരും. ബജറ്റുമായി ബന്ധപ്പെട്ട വലിയ അവഗണന കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണോ ബജറ്റിൽ പ്രഖ്യാപിക്കാതിരുന്നത്, അതായത് തൊഴിലില്ലായ്മ നിരക്കുമായി ബന്ധപ്പെട്ട, വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് ബജറ്റിൽ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിട്ടുള്ളത്. ആ വിഷയങ്ങളെല്ലാം തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇനിയും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷ എം പിമാരുടെ തീരുമാനം. അഞ്ജന. ശരി, സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വളരെ നല്ലൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കാരണം ബജറ്റിൽ ഇത്തരത്തിലൊരു വലിയ അവഗണന അവർക്കൊക്കെ നേരിടേണ്ടി വന്ന, നമ്മുടെ കേരളത്തെ ഒന്നും കാണാതെ പോയൊരു ബജറ്റാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി അവതരിപ്പിച്ചത്. അപ്പോൾ ആ ബജറ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് നീതി ആയോഗിന്റെ യോഗത്തിൽ ഇവർ പങ്കെടുക്കാത്തത്.